നമസ്കാരം, ഞാൻ ഉമേഷ് രാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. കടൽ കൊള്ളക്കാർക്കെതിരെ സുപ്രധാന ദൗത്യവുമായി ഇന്ത്യൻ നാവികസേന. കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിക്കാൻ ദൗത്യം തുടങ്ങി. 2 കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചു കഴിഞ്ഞു. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. നിതിൻ, ഇതിപ്പോൾ തുടർച്ചയായി ഇന്ത്യൻ നാവികസേനയുടെ നടപടി ഉണ്ടാകുന്നു കടൽ കൊള്ളക്കാർക്കെതിരെ. എന്തൊക്കെയാണ് പുതിയ ദൗത്യത്തിന്റെ വിവരങ്ങൾ? നിതിൻ. ഉന്മേഷ്, ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് ഈ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. 9 അംഗ കടൽ കൊള്ളക്കാർ ആയുധങ്ങളുമായാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ കപ്പൽ മത്സ്യബന്ധന കപ്പൽ അൽ ഖബാർ എന്ന മത്സ്യബന്ധന കപ്പൽ റാഞ്ചിയ കപ്പലിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ നാവികസേന 2 കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. സൊക്കാത്രയിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഏതാണ്ട് 90 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കടൽ കൊള്ളക്കാർ ഈ കപ്പൽ റാഞ്ചിയത്. എന്തായാലും കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കപ്പലിലെ ജീവനക്കാർ പാകിസ്ഥാനികളാണ്. എന്തായാലും ഇന്ത്യക്കാർ അതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഒരു സുപ്രധാന ദൗത്യം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏതാണ്ട് 2 നാവികസേനയുടെ കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചു. അതിനുശേഷം ഈ രക്ഷാദൗത്യം കടൽ കൊള്ളക്കാരിൽ നിന്നും ജീവനക്കാരെ കപ്പൽ മോചിപ്പിക്കാനുള്ള രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും ഇതുവരെയുള്ള ലഭ്യമാകുന്ന വിവരപ്രകാരം ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. മാത്രമല്ല, നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ നിരന്തരമായി തന്നെ കടൽ കൊള്ളക്കാർ അറബിക്കടലിൽ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ശക്തമായ നടപടി നാവികസേന സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അൽ ഖബാർ എന്ന ഇറാനിയൻ കപ്പലാണ്, മത്സ്യബന്ധന കപ്പലാണ്. ശരി നിതിൻ, വീണ്ടും അറബിക്കടലിൽ കടൽ കൊള്ളക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നു ഇന്ത്യൻ നാവികസേനയുടെ. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ട പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മനഃപൂർവ്വമെന്ന് സൂചന. അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. നൂറനാട് സ്വദേശിനി അനുജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. ടൂർ കഴിഞ്ഞ് സഹപ്രവർത്തകർക്കൊപ്പം മടങ്ങുകയായിരുന്ന അനുജയെ ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു അപകടം. തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അനുജ. ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്ത് നിന്നും സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. ഹാഷിം ബന്ധുവാണെന്നായിരുന്നു അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞത്. സംശയം തോന്നിയതോടെ സഹപ്രവർത്തകർ ബന്ധുക്കളെ വിവരമറിയിച്ചു. ഇതിനിടെ അടൂർ പട്ടായമുക്കിൽ വെച്ച് അപകടവുമുണ്ടായി. वहाँ पे रोड साइड कार आई थी, फादर बता रहा जैसे मेरा रोड साइड कार आके और गाड़ी में टकराई है जी। हमारी गाड़ी तो वहाँ पे रुक गई है, आराम से कंट्रोल कर लिया हमने जी। वहाँ पे 40 स्पीड पे गाड़ी वहाँ कंट्रोल कर ली जी. കാർ അമിത വേഗത്തിൽ ഓടിച്ച് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയെന്നാണ് സൂചന. വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തി. കാറിൽ മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നുവെന്ന് ദൃക്സാക്ഷി ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മരൂർ. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ഇതിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരെയോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് മദ്യം കുപ്പിയൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാർ വന്നു. ഈ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ്. ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ കുഞ്ഞ്. ഈ ടീച്ചറിനെ പിടിച്ചിറക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. അനുജ വിവാഹിതയാണ്. 11 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അടൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. 24 പത്തനംതിട്ട. പത്തനംതിട്ട പട്ടാഴിമുക്കിലെ അപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോഴും ദുരൂഹത ഒഴിയുന്നില്ല. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നോ 2 പേരുടെയും വീട്ടുകാർക്കറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഹാഷിമിന്റെ പിതാവ് ഹക്കിമിന്റെ പ്രതികരണം. ആലപ്പുഴ നൂറനാട് പാലമേൽ പഞ്ചായത്തിലാണ് അനുജയുടെ കുടുംബ വീട്. പിതാവും മൂത്ത സഹോദരനുമാണ് ഇവിടെ താമസം. 1.5 മാസം മുൻപാണ് ശസ്ത്രക്രിയയ്ക്കായി അനുജ തറവാട്ടിലെത്തിയത്. ഇവിടെ നിന്നാണ് തുമ്പമണിലെ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. നാളെ കായംകുളത്തുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ദുരൂഹ മരണം. ഹാഷിം ആരാണെന്ന് അനുജയുടെ കുടുംബത്തിന് അറിയില്ല. പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത അനുജയുടെ അച്ഛൻ രവീന്ദ്രൻ. അനുജയുടെ മരണത്തിൻ്റെ ഞെട്ടലിലാണ് നാടും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും, അമ്മ അധ്യാപികയായിരുന്നു.
ഈ കുട്ടിയും പിന്നെ കോളേജ് പ്രൊഫസറാണ്, മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അനുജയുടെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ചാരുമൂട്ടിലാണ് ഹാഷിമിന്റെ വീട്. ഇന്നലെ രാത്രി 9:15 ഹാഷിമിനെ ആരോ ഫോണിൽ വിളിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഫോൺ കോളിന് പിന്നാലെ ഉടൻ മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് മകൻ പോയതെന്ന് ഹാഷിമിന്റെ മാതാവ് പറയുന്നു. പിന്നെ കേൾക്കുന്നത് അപകട വാർത്ത. ഭാര്യയും ഒരു മകനുമുള്ള ഹാഷിം അനുജയുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്ന് ഇവർക്കറിയില്ല. ഒന്ന് മാത്രം അവർ പറയുന്നു, ഹാഷിം ആത്മഹത്യ ചെയ്യില്ല. അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യമല്ല എല്ലാവർക്കും. അനുജയുടെ മൃതദേഹം നാളെ നൂറനാട് കുടുംബ വീട്ടിലും എത്തിക്കും. 24 ആലപ്പുഴ. ബംഗളൂരു കഫേ സ്ഫോടനത്തിൽ പ്രതികൾക്കായി വീണ്ടും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി NIA. സ്ഫോടനം നടത്തിയ അബ്ദുൾ മദീൻ, അഹമ്മദ് താഹ എന്നിവർക്കായാണ് നോട്ടീസ്. ഒളിവിലുള്ള പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. മനേഷ് മൂർത്തി, ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ. ഉന്മേഷ്, 2 പേർക്കെതിരെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ, അതായത് സ്ഫോടനം നടത്തിയ അബ്ദുൾ മദീൻ, അഹമ്മദ് താഹ എന്ന് പറയുന്ന ആൾക്കെതിരെ നേരത്തെ തന്നെ നോട്ടീസ് ഇറക്കിയിരുന്നു. അത് റിവാർഡ് ഉൾപ്പെടെയാണ് ഇത്തവണയും നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ റിവാർഡ് നൽകുമെന്നുള്ളതാണ് NIA പറയുന്നത്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രധാന ആസൂത്രകനായിട്ടുള്ള മുസമ്മിൽ ഷെരീഫിനെ ഇന്നലെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി 2 പേർക്കെതിരെയും ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. റിവാർഡ് ഉൾപ്പെടെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയെങ്കിലും കാര്യമായുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ ഇവരെക്കുറിച്ചൊന്നും ലഭിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടാമതൊരു നോട്ടീസ് കൂടി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ട് ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന് പിന്നാലെ CPIM-നും CPIക്കും തൃണമൂൽ കോൺഗ്രസ് നേതാവിന് നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ്. CPIM-ന് 15.59 കോടി രൂപയും CPIക്ക് 11 കോടി രൂപയും പിഴ ചുമത്തിയാണ് നോട്ടീസ്. ആദായ നികുതി വകുപ്പിന്റെ പുനർനിർണയത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്നത്തെ ലീഡ് സ്റ്റോറി. 2016-17 വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചതിൽ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് CPIM-ന് നോട്ടീസ്. ഒരു അക്കൗണ്ട് നമ്പർ വിട്ടുപോയതിലാണ് കനത്ത പിഴ. 24 കോടി രൂപ ലഭിച്ചതിലാണ് കഴിഞ്ഞ വർഷം 15.59 കോടി രൂപ പിഴയിട്ടത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ CPIM ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. 2014-18 കാലയളവിൽ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ പഴയ പാൻ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലാണ് CPIക്ക് 23 കോടി രൂപ പിഴ ചുമത്തിയത്. CPIയും നിയമ നടപടി ആരംഭിച്ചു. 2017-18 മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം 1823 കോടി രൂപയുടെ പുതിയ നോട്ടീസാണ് കോൺഗ്രസിന് നൽകിയത്. 692 കോടി പലിശ മാത്രം അടയ്ക്കണം. ഡൽഹി ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ട കോൺഗ്രസ് കോടതി അവധിക്ക് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികൾ തേടും. ഇത് ഈ രാജ്യത്തെ കോടതികൾ ഇത് കാണുന്നില്ല. ഇത്രയും വലിയ ജനാധിപത്യ ധ്വംസനം ഒരു തിരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പേ നടത്തിയിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കോടതികൾ എന്തുകൊണ്ട് കാണുന്നില്ല. BJP-യിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 4600 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. ആദായ നികുതി നിയമങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളും BJP ലംഘിക്കുകയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. 2017-18 के अंदर BJP ने 1297 लोगों के डोनेशन जिन्होंने दिए हैं उनका कोई एड्रेस, उनका कोई पता नहीं दिया, सिर्फ नाम लिखा और छोड़ दिया. 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകളാണ് തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെക്ക് ലഭിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് AICC ആഹ്വാനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്ന നീക്കമാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 24 ഡൽഹി. BJP-യുടേത് അന്ധമായ രാഷ്ട്രീയ വിരോധവും വേട്ടയാടലുമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24-നോട്. CPIക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ ചിരിയോടെ മാത്രമേ കാണാനാകൂ. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന്റെ ഭീതിയാണ് കേന്ദ്ര സർക്കാരിനെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അന്ധമായ രാഷ്ട്രീയ വിരോധം, അതിൻ്റെ ഫലമായ വേട്ടയാടൽ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. ഏതോ ചെറിയൊരു കാരണം പറഞ്ഞുകൊണ്ട് CPIക്ക് നോട്ടീസ് അയച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, പിഴ പറയുന്നത് 11 കോടിയാണ്. ആരും ചിരിക്കും. CPIയുടെ നിക്ഷേപം ചിലപ്പോൾ അത്ര കാണും, മൊത്തം നിക്ഷേപം. അത്രയും പൈസ പിഴ അടക്കാൻ പറയുന്നൊരു BJP ഗവൺമെൻറ്റിനെ പറ്റി ചിരിക്കാനേ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ നമുക്ക് 2 വഴിക്ക് നേരിടാം. ഒന്ന് രാഷ്ട്രീയ വഴിക്ക്, അത് ചെയ്യും CPI. 2 നിയമത്തിൻ്റെ വഴിക്ക്, ആ വഴിയും CPI ആരായും. ഇത് പക്ഷേ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പൊറിപ്പിക്കാവുന്ന കാര്യമല്ല.
സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്ന് ഓരോ നിമിഷവും മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് അതിൻ്റെ ഭയപ്പാടിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ തരം കടന്നാക്രമണങ്ങളും വിക്രികളുമാണിത്. ഈ വിക്രികളുടെ എല്ലാം ഇരയായിട്ട് ഓരോ പ്രതിപക്ഷ പാർട്ടിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആര് ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാകില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. പൊതു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം പ്രതിഫലിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇഡിയും ചർച്ചാവിഷയമാണ്. LDF-ന്റെയും UDF-ന്റെയും കൂടുതൽ നേതാക്കളുടെ വീടുകളിൽ ED എത്തുമെന്ന് ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനാണ് LDF, UDF മുന്നണികളുടെ പരിശ്രമം. CAA-യിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരികയെന്നും കേരളത്തിൽ ആരു ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യയിലൊക്കെ ഒരുപോലെയാണ് CAA. അത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അവിടെ ഭരണമാറ്റം വേണം. ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഇവിടെ UDF ഭരിച്ചാലും CAA നടപ്പിലാക്കുമോ? ഇല്ലല്ലോ. കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മുൻപ് പാണക്കാട്ടെത്തി ലീഗ് നേതൃത്വവുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് കെ സുധാകരനും ആവർത്തിച്ചു. മാസപ്പടി വിവാദത്തിലെ ED അന്വേഷണവും പ്രചാരണ രംഗത്തെ സജീവ ചർച്ചയാണ്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂട്ടുകച്ചവടമെന്നും ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. KC വേണുഗോപാലിന്റെയും വീണ വിജയന്റെയും പിണറായി വിജയന്റെയും എല്ലാവരുടെയും വീട്ടുപടിക്കലേക്ക് ED എത്തുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടവരെ അടയ്ക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്താറില്ല എന്ന കെ സുരേന്ദ്രന്റെ പരിഹാസത്തിന് മറുപടിയുമായി ടി സിദ്ദിഖ് MLA രംഗത്തെത്തി. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിനെ BJP എതിർത്തു. അതിന് കെ സുരേന്ദ്രൻ മാപ്പ് പറയണമെന്നും ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലാത്തതുൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. 24 തിരുവനന്തപുരം. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായി. RJD 26 ഇടങ്ങളിൽ മത്സരിക്കും. കോൺഗ്രസിന് 9ഉം ഇടതു പാർട്ടികൾക്ക് 5ഉം സീറ്റുകൾ ലഭിച്ചു. മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനത്തിൽ തർക്കപരിഹാരം നീളുകയാണ്. 40 മണ്ഡലങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനമാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം പൂർത്തിയാക്കിയത്. RJDയുടെ പട്നയിലെ ഓഫീസിൽ വെച്ച് പ്രഖ്യാപനം. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. प्रधानमंत्री के रूप में राहुल गांधी जी को देखना चाहता हूं। मेरा संकल्प है जनता की भावनाओं के साथ खड़े रहकर राहुल गांधी जी को इस देश का प्रधानमंत्री बनाना मेरा संकल्प। पूरा संकल्प इस देश का है राहुल गांधी जी को देश का प्रधानमंत्री बनाना. CPI-യും CPIM-ഉം ഒരേ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 4 സീറ്റ് ചോദിച്ച CPI-MLന് 3 സീറ്റ്. പൂർണിയ, ഔറംഗാബാദ് ഉൾപ്പെടെയുള്ള സീറ്റുകൾക്കായി കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും ലഭിച്ചിട്ടില്ല. പപ്പു യാദവിനെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ഉദ്ദേശിച്ച മണ്ഡലമാണ് പൂർണിയ. അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിനുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ്. മുംബൈയിലെ 6ൽ 5 സീറ്റിലും മത്സരിക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. മുംബൈ നോർത്തിലും സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് പ്രഖ്യാപനം. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൽ സേന നടത്തിയ അവകാശവാദ തർക്കം കൂടുതൽ രൂക്ഷമാക്കും. 24 മുംബൈ. പൗരത്വ നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നറ്റോ അഭിപ്രായപ്പെട്ടു. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വിമർശിച്ചു. എന്നാൽ CAA പ്രചാരണായുധമാക്കിയാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് ക്രൂരമായ അതിക്രമങ്ങളെന്ന് ഡോക്ടർ തോമസ് ജെന്നറ്റോയുടെ വിമർശനം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഡോക്ടർ തോമസ് ജെന്നറ്റോ. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊണ്ട് വിജയം നേടാൻ നടത്തുന്ന ശ്രമം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനാണ് നിയമമെന്ന്
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി. ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ചോദ്യം ചെയ്യുന്നില്ല. പൗരത്വം നൽകാനുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷരുടെ വിമർശനം തള്ളി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ ഇഡി BJPക്ക് ചോർത്തി നൽകുകയാണെന്ന് ആം ആദ്മി പാർട്ടി. ഫോൺ പരിശോധിക്കണമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനാണെന്ന് മന്ത്രി അതിഷി പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റിലും കോൺഗ്രസിന് എതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയിലും ആശങ്കയറിയിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തി. വ്യവസായി സുകേഷ് ചന്ദ്രശേഖർ ഉന്നയിച്ച പണം വെട്ടിക്കൽ ആരോപണത്തിൽ ആം ആദ്മി നേതാവ് സത്യേന്ദർ ജെയിനെതിരെ CBI അന്വേഷണം നടത്തും. മദ്യനയ അഴിമതി കേസിൽ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പാസ്വേഡ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇഡി. പാസ്വേഡ് ഇഡി ചോദിക്കുന്നത് BJPക്കായി വിവരങ്ങൾ ചോർത്താനാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ആരോപിച്ചു. പാർട്ടിയുടെ പ്രചാരണ പദ്ധതികളുടെ വിശദാംശങ്ങൾ ഫോണിലുണ്ടെന്നും അതിഷി. वो जानना चाहती हैं कि जो इंडिया अलायंस ने देश भर में चुनावी सर्वे करवाए हैं वो सर्वे क्या कह रहे हैं. इसलिए अरविंद केजरीवाल जी के फोन का पासवर्ड ईडी को नहीं, भारतीय जनता पार्टी को चाहिए. കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിന് വേണ്ടി വൈകാരികമായാണ് ഭാര്യ സുനിത കേജ്രിവാൾ സംസാരിച്ചത്. കേജ്രിവാൾക്കോ ആശീർവാദോ എന്ന പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി തുടക്കമിട്ടു. പിന്തുണ സന്ദേശങ്ങൾ അയക്കാൻ വാട്സ്ആപ്പ് നമ്പരും തയ്യാറാക്കി. आपने अरविंद जी को अपना भाई, अपना बेटा कहा है. क्या इस लड़ाई में आप अपने भाई, अपने बेटे का साथ नहीं देंगे? मुझे पूरा विश्वास है कि हम सब साथ मिलकर यह लड़ाई लड़ेंगे. പോലീസ് അനുമതി നിഷേധിച്ചതോടെ BJP ആസ്ഥാനത്തേക്ക് ഇന്ന് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ചിൽ നിന്ന് ഇന്ത്യ മുന്നണി പിന്മാറി. പകരം ഡൽഹി മന്ത്രിമാർ വീടുകൾ സന്ദർശിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്തു. ഡൽഹിയിൽ ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ മഹാറാലിക്ക് പോലീസ് അനുമതി ലഭിച്ചു. മഹാറാലിയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, RJD നേതാവ് തേജസ്വി യാദവ്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. കേജ്രിവാളിന്റെ അറസ്റ്റിൽ അമേരിക്കയ്ക്കും ജർമ്മനിക്കും പിന്നാലെ ആശങ്ക അറിയിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് UN വക്താവ് പ്രതികരിച്ചു. 24 ഡൽഹി. ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചെന്ന കേസിൽ ഒരാൾ പിടിയിലായി. സംവിധായകൻ ബ്ലസ്സിയും ചെങ്ങന്നൂരിലെ തിയേറ്റർ ഉടമയും നൽകിയ പരാതികളിലാണ് നടപടി. വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെ ചിത്രം റിലീസ് ചെയ്തതിനു പിന്നാലെയാണ് തിയേറ്ററിൽ നിന്ന് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. സംവിധായകൻ ബ്ലസ്സി എറണാകുളം സൈബർ സെല്ലിൽ പരാതി നൽകി. പ്രചരിക്കുന്ന ദൃശ്യത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പരാതി. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററിൽ നിന്ന് ചിത്രം പകർത്തിയതിന് തെളിവുകളും കൈമാറി. CCTV ദൃശ്യങ്ങൾ സഹിതം തിയേറ്റർ ഉടമയും ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചില്ല. വിദേശത്തുള്ള സുഹൃത്തിന് വീഡിയോ കോൾ വഴി ഏതാനും ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇയാൾ മൊഴി നൽകി. മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിദേശത്തു നിന്ന് മലയാളികൾ നിയന്ത്രിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തി പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 2019 ശേഷം ഇതാദ്യമായാണ് മാർച്ച് മാസത്തിൽ 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നത്. അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽഷാ, വിവരങ്ങൾ. ഉന്മേഷ്, സംസ്ഥാനം കൊടും ചൂടിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അത് എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ ചൂട്. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് ജില്ലയിൽ മാത്രം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് 2019 ശേഷം ഇതാദ്യമായാണ് മാർച്ച് മാസത്തിൽ ഇത്രയധികം ചൂട് സംസ്ഥാനത്ത് വർദ്ധിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസായി ചൂട് ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പുനലൂർ, അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ട്, വെള്ളനിക്കര, കോഴിക്കോട് ഭാഗങ്ങളിലും അതിശക്തമായ ചൂട് തന്നെയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. മറ്റൊരു കാര്യം, ഈ ചൂട് ഇങ്ങനെ ഗണ്യമായി ഉയരെ തന്നെ അതേസമയം തന്നെ സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ്. ശരി അഖിൽഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മുണ്ടക്കയത്തുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപക നാശം. 4 വീടുകളുടെ മേൽക്കൂര തകർന്നു. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. ടോബി ജോൺസണുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഇതെപ്പോഴായിരുന്നു മേഖലയിൽ കനത്ത കാറ്റ് വീശിയത്?
ഉമേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായത്. വണ്ടൻപതാൽ മേഖലയാണ്. അവിടെ 10 സെന്റ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രശ്നമുണ്ടായത്. 4 വീടുകളുടെ മേൽക്കൂരയാണ് തകർന്നത്. രാജു, അതുപോലെ തന്നെ തങ്കമ്മ, സിനോജ് തുടങ്ങിയവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് തകർന്നു വീണത്. എന്തായാലും ആളുകൾക്ക് ആർക്കും തന്നെ പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിരവധി മരങ്ങളും ഒടിഞ്ഞു വീണു. കൃഷിയിടങ്ങളിലും വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കണക്കെടുപ്പൊക്കെ നടന്നു വരികയാണ്. എന്തായാലും വേനലിന്റെ ഇടയിലാണ് ഈ ശക്തമായ മഴ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ കാറ്റും വീശിയടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4 വീടുകളാണ് തകർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 9ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. അമേഠിയും റായ്ബറേലിയും ഇത്തവണയും പട്ടികയിലില്ല. രാജസ്ഥാനിലെ രാജസമന്ദിൽ സുദർശൻ റാവത്തിന് പകരം ദാമോദർ ഗുജ്ജർ സ്ഥാനാർത്ഥിയാകും. ഭിൽവാഡയിൽ നിന്ന് മുൻ സ്പീക്കർ CP ജോഷി ജനവിധി തേടും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. നിതിൻ, അമേഠിയും റായ്ബറേലിയും ഇല്ല, രാജസ്ഥാനിൽ മാറ്റങ്ങളുമുണ്ടല്ലോ നിതിൻ? ഉന്മേഷ്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർണാടകയിലെ 3 സീറ്റുകൾ ബെല്ലാരി, ചാമരാജനഗർ, അതോടൊപ്പം ചിക്കബല്ലാപൂർ എന്നീ 3 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതോടൊപ്പം രാജസ്ഥാനിൽ നേരത്തെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് പകരം 2 സ്ഥാനാർത്ഥികളെ അവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്സമന്ദിൽ ദാമോദർ ഗുജ്ജറാണ് സ്ഥാനാർത്ഥി. നേരത്തെ സുദർശൻ റാവത്തായിരുന്നു നേരത്തെ AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായത്. എന്നാൽ സുദർശൻ റാവത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും അതിനുശേഷം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തനിക്ക് ധാർമ്മികതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി PCCക്ക് കത്ത് നൽകിയിരുന്നു. പകരം പുതിയ യുവാക്കളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം നേരത്തെ PCC മുമ്പാകെ തന്നെ സുദർശൻ റാവത്ത് മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും നേരത്തെ ദാമോദർ ഗുർജർ ഭിൽവാഡയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഭിൽവാഡയിലെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ രാജ്സമന്ദിലേക്ക് മാറ്റിയിരിക്കുന്നത്. പകരം ഭിൽവാഡയിൽ CP ജോഷിയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻ നിയമസഭാ സ്പീക്കറാണ് CP ജോഷി. എന്തായാലും ഈ മാസം 19-നാണ്. ശരി നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് അറുതിയില്ല. ഇടുക്കി കുമളിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. സ്പ്രിംഗ് വാലി സ്വദേശി MR രാജീവനാണ് പരിക്കേറ്റത്. അടിമാലി ഇരുമ്പുപാലത്തും ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു. വയനാട് പുൽപ്പള്ളിയിലും തൃശൂർ മലക്കപ്പാറയിലും കാട്ടാന ഇറങ്ങി. കുമളി സ്പ്രിംഗ് വാലിയിലെ കുരിശുമല കയറി ഇറങ്ങുമ്പോഴാണ് രാജീവ് കാട്ടുപോത്തിന് മുന്നിൽ അകപ്പെട്ടത്. വയറിനും കൈക്കും പരുക്കേറ്റ രാജീവിനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇരുമ്പുപാലം പടിക്കപ്പിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയത്. അക്രമകാരിയായ കാട്ടുപോത്തിനെ തുരത്താനും പരാജയപ്പെട്ടാൽ മയക്കുവെടി വെക്കാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പുലർച്ചെയോടെയാണ് ചക്കക്കൊമ്പൻ കാട്ടാന 301 കോളനിക്ക് സമീപം എത്തിയത്. വയൽപ്പറമ്പിൽ ഐസക് എന്നയാളുടെ ഷീറ്റ് കൊണ്ട് മറച്ച വീട് ആക്രമിച്ചു. വീട്ടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ശബ്ദം കേട്ട് നാട്ടുകാർ എത്തി ആനയെ തുരത്തി. മലക്കപ്പാറ ആനക്കയം സ്വാമി റോഡിൽ തമിഴ്നാട് സ്വദേശികളുടെ വാഹനത്തിനു നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. വയനാട് പുൽപ്പള്ളി പാക്കം റോഡിൽ കാട്ടാന ഇറങ്ങി. കുറിച്ചിപ്പറ്റയിലെ വനപാതയിലാണ് രാവിലെ കാട്ടാന ഇറങ്ങിയത്. ആനയ്ക്ക് മുന്നിൽപ്പെട്ട കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലക്കാട് കുഴൽമന്ദത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റു. പരുക്കേറ്റ കളപ്പെട്ടി സ്വദേശി തത്തയെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 ഇടുക്കി. വാർത്താമഴ പൂർത്തിയാകുന്നു.